എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലോഫിയുടെ ഹോക്കി പവർ അത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ലോഫിയുടെ ബോഡിയിൽ നിന്ന് തന്നെയാണോ അത്രയും വലിയൊരു പവർ അത് പുറത്തേക്ക് വന്നെന്ന് ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അതിൽ കുറച്ചു പേരെങ്കിലും ഈ ഹോക്കി പവർ കണ്ടിട്ടുള്ളത് അത് വൈറ്റ് ബേർഡിന്റെയും ഷാങ്സിന്റെ അടുത്ത് നിന്നാണ്. ഇതുപോലൊരു കുഞ്ഞു പയ്യൻ ലൂഫിയുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അക്കൈനോയ്ക്ക് പിടികിട്ടും ലൂഫിയിൽ നിന്ന് അവൻ അറിഞ്ഞുകൊണ്ടല്ല ആ ഒരു പവർ പുറത്തേക്ക് വന്നത്, അവൻ അറിയാതെയാണത് പുറത്തേക്ക് വന്നത്. ഇതുവരെ ആ പവർ എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള അവയറോ അവനില്ല, അവനെ കൊണ്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇസറോ ആണെങ്കിൽ ഇപ്പോഴും വലിയൊരു ഷോക്കില് ലൂഫിയെ നോക്കി നിൽക്കും. അതേസമയം കാർപ്പ് ആൾക്കാണെങ്കിൽ ലൂഫിയുടെ പവറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതൽ തന്നെ അവന് ഹോക്കി പവർ ഉണ്ട്. പക്ഷെ അതെന്ത് പവറാണെന്നോ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും ലൂഫിക്ക് അറിയില്ല. ഇത്രയും നേരവും ആ മിലിറ്ററി സോൾജിയേഴ്സ് അവര് കരുതിയിരുന്നത് ലൂഫി വെറും ഒരു സാധാരണ പൈലറ്റ് മാത്രമാണെന്നാണ്. ഇത്രയും വലിയൊരു പവർ അത് അവന്റെ ബോഡിയിൽ ഉണ്ടെന്ന് അവരറിഞ്ഞിരുന്നില്ല. ഇവാനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവൻ ഡ്രാഗന്റെ മകനായതുകൊണ്ടായിരിക്കോ ഇവൻ ഈ പവർ കിട്ടിയിട്ടുണ്ടാവുക. അവൻ ലൂഫിയോട് ചോദിക്കും, ലൂഫി നിനക്ക് ഈ ഹോക്കി പവർ അതെവിടുന്ന് കിട്ടി? ലൂഫി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഹോക്കി പവറോ അതെന്ത് പവറാ എനിക്കറിയില്ല. ഉടനെ ഇവാന് പിടികിട്ടും ലൂഫിക്ക് അറിയില്ല അവന്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു പവറുള്ള കാര്യം. ഇവാനാണെങ്കിൽ ഇപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ ലൂഫി ആയിട്ട് ആ നേവി ബേസിലേക്ക് വരികയാണ്. നേവിക്കാരാണെങ്കിൽ ഉറപ്പിക്കും ഇനി ഒരു കാരണവശാലും ലൂഫിയെയും ജീവനോടുകൂടെ വിടാൻ പാടില്ല. കാരണം ഓൾറെഡി അവൻ ഡ്രാഗന്റെ മകനാണ്. മാത്രമല്ല അവന്റെ ബോഡിയിൽ ആ ഹോക്കി പവർ ഉണ്ട്. സോ ഇങ്ങനെ അവനെ വിട്ടാ അവൻ ഫ്യൂച്ചറിൽ നേവിയുടെ വലിയൊരു ആവേദനയായി മാറുന്നു പറഞ്ഞ് അവരും ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. തന്നെ വൈറ്റ് ബേർഡ് ആണെങ്കിൽ ആ നേവി സോൾജേഴ്സിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ കൈകൊണ്ട് നിലത്താഞ്ഞടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ തോൽപ്പിക്ക്, അതിനുശേഷം അവന്റെ പിന്നാലെ പോകാൻ പറയും. ഉടനെ സോൾജേഴ്സ് ആണെങ്കിൽ വൈറ്റ് ബേർഡിനെ അറ്റാക്ക് ചെയ്യാൻ ആൾക്ക് നേരെ തിരിയാണ്. വൈറ്റ് ബേർഡിനാണെങ്കിൽ യാതൊരു പേടിയില്ല. കാരണം ആളിപ്പോ ഒറ്റയ്ക്കല്ല, ആളുടെ എല്ലാ കമാൻഡേഴ്സും ഇപ്പൊ ആളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു കറക്റ്റ് ഗ്യാപ്പാണെന്ന് പറഞ്ഞ് ഇവാനാണെങ്കിൽ ഇപ്പൊ ലൂഫിയും കൂട്ടി മുൻപോട്ടേക്ക് പോവും. പക്ഷെ അപ്പോഴും ചില നേവി സോൾജേഴ്സ് ഇപ്പൊ ലൂഫിക്ക് നേരെ എയിം ചെയ്യാണ്. അതാണെങ്കിൽ വൈറ്റ് ബേർഡിന് സഹിക്കില്ല. ആർക്കോയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ ഓൾറെഡി ആ സീ പ്രസന്റ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് കഫ് ഇട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവനിപ്പോ അവന്റെ പവർ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അവൻ ആ ഒരു ഹാൻഡ് കഫ് പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ശ്രമിക്കും. ഇവിടെ വൈറ്റ് ബേർഡ് ആണെങ്കിൽ ഒരുപാട് ഓവർ സ്ട്രെസ് ഒക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാണ്. അത് കണ്ട് അവന്റെ പൈററ്റ്സ് പറയും, പ്ലീസ് ബോസ് നിങ്ങൾ ഒരു കാരണവശാലും ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഫൈറ്റ് ചെയ്യരുത്, അത് നിങ്ങളുടെ ജീവന് പോലും ആപത്താണ്. വൈറ്റ് ബേർഡ് പറയും, ഇനി ഒന്നും നോക്കാനില്ല, ജീവൻ കൊടുത്തിട്ടാണെങ്കിലും പണയപ്പെടുത്തിയാണെങ്കിലും എയ്സിനെ രക്ഷിക്കണം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും എന്റെ ബ്രദർ ലൂഫിക്ക് ബാക്കപ്പ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ലൂഫിക്ക് വേണ്ടി ഇപ്പൊ പൈററ്റ്സിനെ അയക്കുകയാണ്. ഓരോരോ നേവിക്കാരായിട്ട് ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാൻ അടുത്തുകൊണ്ടേയിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ വൈറ്റ് ബേർഡിന്റെ കമാൻഡേഴ്സ് അവരാണെങ്കിൽ ഓരോരുത്തരെയും അങ്ങനെ ദൂരേക്ക് വെട്ടിയെറിയാണ്. ഇതൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ലൂഫിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ചുറ്റുമുള്ള നേവി സോൾജേഴ്സിനെയും സീനിയർ ഓഫീസേഴ്സിനെയും ഒഫീഷ്യൽസിനെയും ഒക്കെ തന്നെ ഇട്ടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. ഇവാൻ പറയും, വൈറ്റ് ബേർഡിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ലൂഫി അത് നിന്നിലാണ്. ഒരു കാരണവശാലും പ്രതീക്ഷ നീ കളയാൻ പാടില്ല, നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കില്ല. കാരണം ലൂഫിയുടെ ലക്ഷ്യം അത് മറ്റൊരാളുടെ ഇംപ്രഷനോ അറ്റൻഷനോ ഒന്നും പിടിച്ചു പറ്റാനല്ല, അവന്റെ ബ്രദറിനെ ആളെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതേസമയം നേവിക്കാരാണെങ്കിൽ ലൂഫിയെ വിട്ട് വൈറ്റ് ബേർഡിനെ ഫോക്കസ് ചെയ്യും. കാരണം ഇപ്പൊ പൈററ്റ്സ് എല്ലാവരും ലൂഫിയുടെ ഒപ്പമാണ്. വൈറ്റ് ബേർഡ് ആണെങ്കിൽ ആളുടെ സ്ക്വാഡ് കറക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി ഇതാണ് നമ്മുടെ അവസാനത്തെ ചാൻസ്. 2 തവണ എയ്സ് അത്ഭുതകരമായി ആ എക്സിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഒരേ ഒരു ചാൻസ് കൂടെ നമ്മുടെ മുൻപിലുള്ളൂ. മറ്റൊരു ഭാഗത്ത് ആ ഹോക്കായും നമ്പർ 1ഉം അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടും. ഹോക്കായി ആണെങ്കിൽ അവനെ തോൽപ്പിച്ച് ലൂഫിയുടെ അടുത്തേക്ക് വരും. അത് കണ്ട ക്രൊക്കഡൈല് ആളിപ്പോ ഹോക്കായെ പിടിച്ചു വലിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. അതേസമയം പ്രിൻസസ് ആണെങ്കിൽ ആ കൂമ ടീമിനെ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവൾ അവളുടെ പവർ ഉപയോഗിച്ച് അതിലുള്ള കുറച്ച് കൂമാസിന്റെ ചില പാർട്ടൊക്കെ കല്ലാക്കി മാറ്റി കഴിഞ്ഞു. ആക്ച്വലി അവൾ വാരലോഡ് ആയതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ ഇപ്പൊ അവൾ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. സെന്റമുറു ആണെങ്കിൽ പ്രിൻസസിനോട് ദേഷ്യപ്പെടും. അതിനവൾ തീർത്തു പറയും,
ആരെങ്കിലും ലൂഫിയുടെ ദേഹത്ത് കൈവച്ച അവനെ ഞാൻ തകർത്ത് കളയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ബഗ്ഗിയെ കാണിക്കും. അവനാണെങ്കിൽ അങ്ങനെ പറന്നു പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരികെ വരും. ബഗ്ഗിയാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആണ്. ഉടനെ ചുറ്റും ഉണ്ടായിരുന്നവര് കാര്യം അന്വേഷിക്കും. സത്യത്തിൽ എല്ലാവരും നമ്പർ 1 ഹീറോ ആയിട്ട് കരുതിയത് എന്നെയാണ്. പക്ഷേ ഇപ്പൊ എല്ലാവരും ലൂഫിയെ വാഴ്ത്തി പാടുകയാണ്. അവന്റെ പവറിനെയും കഴിവിനെയും എല്ലാവരും കൈയൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഞാനിപ്പോ 0 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും എന്റെ നമ്പർ 1 പദവി അതാർക്കും പോവാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ സൂപ്പർ ഹീറോ അതാരാണ്? അതിനവര് പറയും മാസ്റ്റർ ബഗ്ഗി, മാസ്റ്റർ ബഗ്ഗി. ബഗ്ഗിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോ ഒരല്പ ആവേശം തോന്നും. ഓക്കെ, ആ ട്രാൻസ്പോർട്ടർ സ്നെയില് അതെടുക്ക്. ഉടനെ ഒരുത്തനാണെങ്കിൽ ഇപ്പൊ ആ സ്നെയിൽ എടുത്ത് അവന്റെ നേരെ നീട്ടും. ആ സ്നെയിലാണെങ്കിൽ മുഴുവനായിട്ടും ഐസായി പോയിരിക്കുകയാണ്. ഓ ഗോഡ്, ഇത് ഫ്രീസ് ആയി പോയോ? എത്രയും പെട്ടെന്ന് ആ ചൂടുള്ള കടൽ വെള്ളത്തില് ഇത് മുക്കിയെടുക്ക്. ഐസ് ഉരുക്കി എത്രയും വേഗം നമ്മുടെ ഷൂട്ടിങ് അത് ആരംഭിക്കണം എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ഒരുത്തനാണെങ്കിൽ തിളച്ച കടൽ വെള്ളത്തില് സ്നെയില് മുക്കിയെടുക്കുകയാണ്. ഐസ് മുഴുവൻ നേരങ്ങൾ കൊണ്ട് ഉരുകിപ്പോവും. പക്ഷെ എന്താ, വലിയ ചൂടുവെള്ളത്തിൽ മുക്കിയതുകൊണ്ട് തന്നെ സ്നെയിലാണെങ്കിൽ മുഴുവനായിട്ടും ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ഇനി അത് വർക്ക് ചെയ്യും തോന്നുന്നില്ല. പക്ഷെ ബഗ്ഗിക്കാണെങ്കിൽ അപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ഇല്ല. ഉറപ്പായാലും ഇത് വർക്ക് ചെയ്യും. കമോൺ കമോൺ, നീ എന്റെ സ്വത്ത് കുട്ടൻ സ്നെയിലല്ലേ, കണ്ണു തുറക്ക്, വീഡിയോ റെക്കോർഡ് ചെയ്യണം. സൂപ്പർ ഹീറോ ഫേസ് അത് ഈ ലോകം മുഴുവൻ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം ബഗ്ഗി വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോ അത് പതിയെ കണ്ണു തുറന്ന് ബഗ്ഗിയെ നോക്കും. ബഗ്ഗിയെ കാണേണ്ട താമസം അങ്ങനെ പുച്ഛിച്ച് അത് അതിന്റെ തലയും കണ്ണും ഒക്കെ അകത്തേക്ക് കൊണ്ടുപോകും. ഉടനെ ബഗ്ഗി ചുറ്റും നോക്കും. നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട മുഖം കണ്ട് അത് പേടിച്ചുപോയി, അതുകൊണ്ടാണ് അകത്തേക്ക് പോയെന്ന് പറഞ്ഞ് അവനങ്ങനെ ഫുൾ കൽപ്പി നിൽക്കുകയാണ്. അതേസമയം ഇവിടെ നേവി സോൾജിയേഴ്സ് അവര് മുഴുവനും വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആളുടെ അടുത്തേക്ക് ഓടി അടുക്കും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം ആളുടെ സ്ക്വാഡൊക്കെ വീശി സോൾജിയേഴ്സിനെ ദൂരേക്ക് തെറിപ്പിക്കും. ഉടനെ ഒരു മെയിൻ സോൾജിയർ അവനാണെങ്കിൽ വലിയൊരു സ്ക്വാഡ് എടുത്ത് വൈറ്റ് ബിയർഡിനെ പുറകിലൂടെ വെട്ടാൻ ശ്രമിക്കും. അടുത്ത നിമിഷം വീഴാണ് ആ സോൾജിയറിന്റെ മേലെ വലിയൊരു പഞ്ച്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജിംബൈ. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. ജിംബൈ, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ലൂഫിക്ക് പ്രൊട്ടക്ഷനായി അവന്റെ കൂടെ തന്നെ പോവാൻ, എന്നിട്ട് നീ ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാണോ? അതിന് ജിംബൈ ആണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മകനൊന്നും അല്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക അത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറയും. അതേസമയം ഇവിടെ പൈററ്റ്സ് എല്ലാവരും ചേർന്ന് ലൂഫി കേസിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ സമാധാനമായിട്ട് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. ഇവാനാണെങ്കിൽ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാണ്. കമോൺ കമോൺ, നിന്നെ കൊണ്ട് ഉറപ്പായാലും ഇസിനെ രക്ഷിക്കാൻ കഴിയും. നിനക്ക് സപ്പോർട്ടായിട്ട് ഒരാളെ കൂടെ ഞാൻ തരാൻ പോവാണെന്ന് പറഞ്ഞ് എനസുമയെ അവിടേക്ക് ഇറക്കി വിടും. അത് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ലൂഫിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവന് പോകാൻ ആവശ്യമായിട്ടുള്ള വഴി അവളാണെങ്കിൽ അവളുടെ സിസേഴ്സ് വെച്ച് അങ്ങനെ കട്ട് ചെയ്ത് ഒരുക്കി കൊടുക്കുകയാണ്. എനസുമ ആണെങ്കിൽ ലൂഫിക്ക് ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് പോവാൻ വലിയൊരു വഴി മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഹാപ്പി. താങ്ക് യു എനസുമ എന്ന് പറഞ്ഞ് അവനിപ്പോ അതുവഴി കയറാനായിട്ട് തുടങ്ങും. ഉടനെ അഡ്മിറൽസ് ആണെങ്കിൽ നേവി സോൾജിയേഴ്സിനോട് ലൂഫിയെ പിടിക്കാനായിട്ട് പറയും. അവരാണെങ്കിൽ കനോൺസ് ഒക്കെ വെച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ വൈറ്റ് ബിയർഡിന്റെ അദ്ദേഹത്തിന്റെ മക്കള് അവര് സിമ്പിളായി ആ കനോൺ ബോൾസ് എല്ലാം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വീണ്ടും ലൂഫിയെ മുൻപോട്ടേക്ക് പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യും. അവരെല്ലാം ലൂഫിയെ കഴിഞ്ഞ് മുൻപിലാണ്. പക്ഷെ നമ്മുടെ ചക്ക മാത്രം എത്ര ഓടിയിട്ടും എയ്സിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. പക്ഷെ നമ്മുടെ ലൂഫിയാണ് കഥാനായകൻ. അവൻ തന്നെ എയ്സിന്റെ അടുത്തേക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് ആ പാത്ത് വഴി മുകളിലേക്ക് ഓടും. ാണെങ്കിൽ പരസ്പരം നോക്കി അവനെ വിടരുത്, അവൻ അതുവഴി കയറി പോവാണ്, ആ ഒരു പാത്ത് അത് തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കിസറുവിനാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. വൈറ്റ് ബിയർഡ് ഒരു പൊടി പയ്യനിൽ ഇത്രയും വിശ്വാസം അർപ്പിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്താലും ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനവന്റെ ലൈറ്റ് പവർ എടുക്കുമ്പോഴേക്കും വൈറ്റ് ബിയർഡ് ആളുടെ സ്ക്വാഡ് കറക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവനിപ്പോ തെറിച്ചു പോയി അടിച്ചു വീഴും. അടുത്ത നിമിഷം കാർപ്പിപ്പോ എയ്സിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ലൂഫി പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ മാറി നിൽക്ക്. അതിന് കാർപ്പ്, എനിക്ക് നിങ്ങളെ കഴിഞ്ഞും വലുത് നേവിയാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു നേവി ഓഫീസറാണ്. ഒരു കാരണവശാലും നേവിയെ ഞാൻ തള്ളി പറയില്ല. അത് കേട്ട് ലൂഫി അവൻ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.